നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 11 വെള്ളി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. അമേരിക്കൻ പ്രതിസന്ധിയും ട്രംപിന്റെ ജൽപ്പനങ്ങളും. അസമത്വവും അനീതിയും നിറഞ്ഞ അസന്തുലിതമായ ആഗോളവൽക്കരണത്തിലാണ് നാം ജീവിക്കുന്നത്. ധനമൂലധന ശക്തികൾക്ക് മാത്രം ഗുണകരമായ ഈ സാമ്രാജ്യത്വ ആഗോളവൽക്കരണം അതിന്റെ ഉറവിടമായ അമേരിക്കയിൽ തന്നെ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജൽപ്പനങ്ങളും തീരുമാനങ്ങളും ഇതിന്റെ തെളിവാണ്. നവ ഉദാരവാദികളുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത സംരക്ഷണവാദമാണ് ട്രംപ് ഉയർത്തുന്നത്. അമേരിക്കൻ വിപണിയിൽ വിദേശ ചരക്കുകളും സേവനങ്ങളും എത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അമേരിക്ക നേരിടുന്ന സാമ്പത്തിക ഞെരുക്കവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ അതാണ് വഴിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്കെതിരായും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തെ ഞെട്ടിച്ച് ട്രംപ് ഓരോ ദിവസവും തിരിച്ചും മറിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്റെ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ശിങ്കിടികളായ ചെറുസംഘം കോർപ്പറേറ്റുകളെ സഹായിക്കൽ മാത്രമല്ല ട്രംപിന്റെ ലക്ഷ്യം. മുതലാളിത്തം നേരിടുന്ന പ്രതിസന്ധി അംഗീകരിക്കുന്നത് ഒഴിവാക്കാനും ഇതുവഴി കഴിയുമെന്ന് അദ്ദേഹം കരുതുന്നു. അമേരിക്കൻ സമ്പദ്ഘടനയെയും ജനങ്ങളെയും ദ്രോഹിക്കുന്നത് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണെന്ന് ആക്ഷേപിക്കുന്ന അദ്ദേഹം സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ 14.60%, കമ്പ്യൂട്ടർ അടക്കം യന്ത്രങ്ങൾ 14.50%, വാഹനങ്ങൾ 12%, ധാതുക്കൾ 8.40%, ഔഷധങ്ങൾ 5.60% എന്നിങ്ങനെയാണ് അമേരിക്കയുടെ ഇറക്കുമതിയിൽപ്പെടുന്ന പ്രധാന സാമഗ്രികൾ. അതായത് അമേരിക്കൻ വ്യവസായ സാമൂഹ്യ മേഖലകൾക്ക് അങ്ങേയറ്റം അനിവാര്യമായ ഇറക്കുമതി. ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ ലഭ്യമാക്കാൻ ഇതുവഴി കഴിയുന്നു. ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അമേരിക്കൻ സമ്പദ്ഘടനയെ ദോഷകരമായി ബാധിക്കും. പ്രതികാര ചുങ്കം ചുമത്തിയത് ട്രംപിന് മരവിപ്പിക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ്. അതേസമയം പാദരക്ഷകൾ, ഇരുമ്പ്, ഉരുക്ക് സാമഗ്രികൾ, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഫർണിച്ചർ, ഔഷധങ്ങൾ എന്നിങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻഇടിവ് നേരിടുകയാണ്. വിപണി മത്സരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നതാണ് വാസ്തവം. അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് ലോകം ഇപ്പോൾ കരുതുന്നില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അമേരിക്കൻ വിപണിയിൽ ആധിപത്യം പുലർത്തുന്നതെന്ന ആഖ്യാനവും വസ്തുതമായി പൊരുത്തപ്പെടുന്നതല്ല. നിലവിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ മെക്സിക്കോയും കാനഡയുമാണ്. യഥാക്രമം 16-14% വീതം അമേരിക്കയുടെ മൊത്തം വ്യാപാര ഇടപാടിന്റെ 11%മാണ് ചൈനയുമായി നടക്കുന്നത്. മെക്സിക്കോയുടെ മൊത്തം കയറ്റുമതിയുടെ 78%വും അമേരിക്കയിലേക്കാണ്. കാനഡയുടെ 77%വും. ചൈനയുടെ ആകെ കയറ്റുമതിയുടെ 16% മാത്രമാണ് അമേരിക്കയിലേക്ക് നടക്കുന്നതെന്നും ലോകബാങ്ക് റിപ്പോർട്ടിലുണ്ട്. അതിനാൽ ട്രംപ് എത്ര പ്രതികാര ചുങ്കം ചുമത്തിയാലും ചൈനയ്ക്ക് കാര്യമായ പരിക്ക് ഉണ്ടാകില്ല. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് നഷ്ടം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഉരുളയ്ക്കുപ്പേരി എന്ന നിലയിൽ ചൈന യുഎസിന് തിരിച്ചടി നൽകുന്നുമുണ്ട്. ട്രംപിന്റെ എടുത്തുചാട്ടങ്ങളും തലതിരിഞ്ഞ നടപടികളും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയാണ്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ 18%വും അമേരിക്കയിലേക്കാണ്. ലോഹങ്ങൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഔഷധങ്ങൾ എന്നിവയാണ് മുഖ്യ കയറ്റുമതി സാമഗ്രികളെങ്കിലും ചെമ്മീൻ കയറ്റുമതിയും പ്രധാനമാണ്. ട്രംപിന്റെ പ്രതികാര ചുങ്കം ചുമത്തൽ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതി തടസ്സപ്പെടാൻ ഇടയാക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ആശങ്കാജനകമാണ് ഈ സ്ഥിതിവിശേഷം. യുഎസുമായി എല്ലാ മേഖലയിലും സഹകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന മോദി സർക്കാർ വിധേയ നിലപാടിൽ തുടരുകയാണ്. ട്രംപിന്റെ അഹന്തയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ മോദി സർക്കാർ മൃദുവായി പോലും പ്രതികരിക്കുന്നില്ല. രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിനേക്കാൾ അമേരിക്കയ്ക്ക് കീഴടങ്ങാനാണ് ബിജെപി സർക്കാർ വ്യഗ്രത കാട്ടുന്നത്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.